നമസ്കാരം. ഇന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിൻ്റെ വരാനിരിക്കുന്ന ഡെലിവറിയിൽ ഫിലിപ്പീൻസിലെ സായുധസേന ഉത്സാഹത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 19 വെള്ളിയാഴ്ച ക്ലാർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ സംവിധാനം എത്തുന്നതിനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ഫിലിപ്പീൻസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനമായ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ബ്രഹ്മോസ് കൊണ്ടുപോകുന്നതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചൈനീസ് ആക്രമണത്തെ ചെറുക്കാനാണ് ഇന്ത്യൻ മിസൈൽ സംവിധാനം വരുന്നതെന്ന് ഫിലിപ്പീൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫിലിപ്പീൻ മറൈൻ കോർപ്സിൻ്റെ ശേഷിയിലേക്കുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഏറ്റെടുക്കുന്നത് 2017 തന്നെ ആലോചിക്കുകയും 2020 ഫിലിപ്പീൻസ് പ്രസിഡന്റിൻ്റെ ഓഫീസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഹൊറൈസൺ 2 മുൻഗണനാ പദ്ധതികളുടെ ഭാഗമായി AFPയുടെ പരിഷ്കരിച്ച നവീകരണ പദ്ധതിക്ക് കീഴിലുള്ള പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടലിലെ സംഘർഷത്തിനിടയിലും ചൈനീസ് കപ്പലുകളുടെ കടന്നുകയറ്റത്തിനിടയിലുമായിരുന്നു ഡീൽ. 2021 അന്നത്തെ ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി ഡെൽഫിൻ ലോറൻസാന ഇന്ത്യയുടെ ബ്രഹ്മോസ് എയ്റോസ്പേസിന് ഫിലിപ്പീൻ നാവികസേനയുടെ ഷോർ ബേസ്ഡ് ആൻറ്റിഷിപ്പ് മിസൈൽ ഏറ്റെടുക്കൽ പദ്ധതിക്കുള്ള കത്ത് നൽകി. കൂടാതെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും പരമാധികാര അവകാശങ്ങളെയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടലിൽ തുരങ്കം വയ്ക്കാനുള്ള ഏതൊരു ശ്രമത്തെയും പ്രതിരോധിക്കാൻ മറൈൻ കോസ്റ്റൽ ഡിഫൻസ് റെജിമെൻറ്റ് ഈ മിസൈൽ ഉപയോഗിക്കുമെന്നും ഫിലിപ്പീൻസ് പറഞ്ഞു. ഇന്ത്യൻ നിർമ്മാതാക്കളായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പറയുന്നതനുസരിച്ച് ഫിലിപ്പീൻസിന് കൈമാറുന്ന ബ്രഹ്മോസ് മിസൈലിന് 290 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുണ്ട്. ഈ ഫ്ലൈറ്റിലുടനീളം സൂപ്പർസോണിക് വേഗതയിലാണ് പറക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ആയുധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തടയാൻ കഴിയില്ല എന്നും പറയുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡീൽ വഴിയാണ് ബ്രഹ്മോസ് മിസൈൽ ഏറ്റെടുക്കൽ പദ്ധതി സുഗമമാക്കിയത്. കൂടാതെ 3 മിസൈൽ ബാറ്ററികളുടെ ഡെലിവറി, ഓപ്പറേറ്റർമാർക്കും മെയിൻ്റനർമാർക്കുമുള്ള പരിശീലനം, ആവശ്യമായ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് പാക്കേജ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഈ ഡീലിൽ. ഒരു മിസൈൽ ബാറ്ററിയിൽ സാധാരണയായി 3 മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകളും 2-3 മിസൈൽ ട്യൂബുകളും അതിൻ്റെ ട്രാക്കിംഗ് സംവിധാനങ്ങളും അടങ്ങിയിരിക്കുന്നതാണ്. 2023 ഫെബ്രുവരിയിൽ 21 ഫിലിപ്പിനോ നാവികർ ഇന്ത്യയിൽ പരിശീലനം പൂർത്തിയാക്കി. ബ്രഹ്മോസ് മിസൈലിനെ PMCയുടെ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള കഴിവുകൾ അവർ നേടി. കഴിഞ്ഞ മാർച്ച് 26 ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ടോ ടിയോഡോറോ ജൂനിയർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെ പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടലിൽ ഫിലിപ്പീൻസിൻ്റെ നിലപാടിനുള്ള ഇന്ത്യയുടെ പിന്തുണയും നിയമാധിഷ്ഠിത ക്രമം ഉയർത്തിപ്പിടിക്കാനും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. ഏതായാലും ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസ് സ്വന്തമാക്കുന്നത് ചൈനയെ ഭയപ്പെടുത്തും എന്നുറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.